ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ മാള് വന്നിട്ടുണ്ടായിരുന്നിട്ട്. അവൾ ഉണ്ടെടുത്തേക്ക് വേണ്ടി വന്നതായിരുന്നു. കൂട്ടത്തിൽ അവൾക്ക് ഒരു ചെറിയൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് 2 ദിവസം കഴിഞ്ഞ എന്തോ ഒരു പരിപാടി ഉണ്ട് ഇത്ര. അപ്പൊ അതിന് പോകുമ്പോൾ ഒന്ന് സെറ്റായി പോകണം. ചേച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് തേച്ചായോ പറഞ്ഞിട്ട് മാള് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ എങ്ങനെയാണ് നമുക്ക് ചേച്ചി അനിയത്തി ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്യൂട്ടീഷ്യൻ ആവാറുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു അവൾക്ക് ഒരു ഹൈഡ്രാ ഫേഷ്യൽ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്റെ അടുത്ത് ഡേംഡോക്കിന്റെ ഒരു ഹൈഡ്രാ ഫേഷ്യൽ കിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇനി ഫേഷ്യൽ ചെയ്യാൻ പാർലറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡേംഡോക്കിന്റെ ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ കിറ്റ് ഉണ്ടെങ്കിൽ 5 സ്റ്റെപ്പിന്റെ ഉള്ളിൽ നമുക്ക് വീട്ടിൽ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്യുക. അപ്പൊ നമ്മുടെ പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവും. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയ ഗ്ലോ ബൂസ്റ്റിംഗ് എക്സ്ഫോളിയേറ്റർ ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യണൊക്കെ മുന്നേ വീണ്ടും ഒന്ന് ആവി പിടിക്കുക. സെക്കൻഡ് ബോട്ടിലായ സ്കിൻ അവൈക്കനിങ് ആക്ടിവേറ്റർ യൂസ് ചെയ്തിട്ട് വീണ്ടും ഫേസ് നല്ല രീതിക്ക് മസാജ് ചെയ്യുക. പിന്നെ വീണ്ടും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കോട്ടൺ ടവൽ വെച്ചിട്ട് നന്നായി തുടച്ചു കൊടുക്കുക. തേർഡ് സ്റ്റെപ്പിൽ ഹൈഡ്രാലോഡിംഗ് പ്രോ ബൂസ്റ്റർ വെച്ചിട്ട് വീണ്ടും ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിന്റെ ഭാഗം ഒഴിവാക്കണം കേട്ടോ. പിന്നെ 5 മിനിറ്റ് നേരം ഇത് തേച്ചിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഐസ് ക്യൂബ് എടുത്തിട്ട് നല്ല രീതിക്ക് വീണ്ടും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മളൊരു ക്ലീൻ ആയി തുണി വെച്ചിട്ട് മുഖം നന്നായി തുടച്ചു കൊടുക്കുക. ഫോർത്ത് സ്റ്റെപ്പിൽ ഹൈഡ്രാ സീലിംഗ് പ്രോ ബൂസ്റ്റർ വെച്ചിട്ട് വീണ്ടും ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യുക. സെയിം പ്രൊസീജിയർ ആണ്, പക്ഷെ ഫേസ് വാഷ് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് സ്റ്റെപ്പിൽ 2 ഐറ്റംസ് യൂസ് ചെയ്യാൻ കേട്ടോ. ഫിർമിംഗ് റബ്ബർ മാസ്ക് എസൻസും അതിന്റെ തന്നെ പൗഡറും. ഇത് നമുക്കൊരു സ്മൂത്ത് പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൽ എസൻസ് കൂടാൻ പാടില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് എങ്കിലും നമ്മൾ ഫേസിൽ ഇത് വെക്കണം. ആളൂന് ഇതേ മൈക്കിൾ ജാക്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശമായിട്ട് ഇപ്പുറത്ത് നിന്ന് കളിയാക്കട്ടോ. പിന്നെ നമുക്ക് ഉണങ്ങി കഴിഞ്ഞു വെച്ചാൽ സുഖമായിട്ട് ഇതിങ്ങനെ പീൽ ചെയ്തെടുക്കാട്ടോ. ഈ ഒരു 5 സ്റ്റെപ്പ് കൊണ്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് എക്സ്ഫോലിയേറ്റഡ് ആക്കാനും ഹൈഡ്രേറ്റഡ് ആക്കാനും നരീഷ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പ്രൊഡക്റ്റ് പർപ്പിൾ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.